മാന്നാനം എക്കലോഗ് തിയേറ്ററിൻ്റെ യാത്ര എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാവറയച്ചനോടൊപ്പമാണ്. വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയുടെ ഒപ്പമാണ്. അദ്ദേഹത്തിൻ്റെ അച്ചുകൂട പരിശ്രമങ്ങളിൽ നമ്മളും ഭാഗഭാക്കുകളാകുകയാണ്. ചാവറയച്ചൻ്റെ മുദ്രാലയ പ്രേഷിതത്വം ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. എങ്കിലും തുടങ്ങി വയ്ക്കുകയാണ്. ഈ കാലഘട്ടത്തിലൂടെ പല എപ്പിസോഡുകൾ നിങ്ങളുടെ മുൻപിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചാവറയച്ചനുമായി ബന്ധപ്പെട്ട ചാവറയച്ചൻ്റെ പാദസ്പർശമേറ്റ സംഭവങ്ങളും ചരിത്രങ്ങളും സ്ഥലങ്ങളും ആശയങ്ങളും അതിനോടൊപ്പമെല്ലാം നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ചാവറയച്ചൻ്റെ അച്ചുകൂട പരിശ്രമങ്ങളിലൂടെയാണ്. അച്ചുകൂടം 1856 പോർച്ചുഗീസുകാർക്ക് ഗോവയിൽ അച്ചുകൂടമുണ്ടായിരുന്നു. വൈപ്പിൻ കോട്ടയിലെ അച്ചുകൂടത്തിൽ നിന്നാണ് മലയാളം, വൈപ്പിൻ കോട്ടയിലെ മലയാള പ്രസിദ്ധീകരണങ്ങളൊന്നും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മലയാളം അടിച്ചു തുടങ്ങിയത് വൈപ്പിൻ കോട്ടയിലെ അച്ചുകൂടത്തിൽ നിന്നാണ്. അത് കൊടുങ്ങല്ലൂരിൻ്റെ സമീപമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുക. ഈ അച്ചുകൂടങ്ങൾ കോട്ടയത്ത് അച്ചുകൂടമുണ്ടായിരുന്നു. CMS പ്രസ് എന്ന് പറഞ്ഞ അച്ചുകൂടമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തലശ്ശേരിയിൽ നാഗർകോവിലെന്ന് വേറെ തമിഴ്നാടായിരുന്നു നാഗർകോവിൽ. എങ്കിലും അതെല്ലാം കൂടെ അങ്ങ് ഒന്നിച്ച് പറയുകയാണ്. 1844 ചിങ്ങം മുതലാണ് ചാവറയച്ചൻ തൻ്റെ മുദ്രാലയ പ്രവർത്തനം, അച്ചുകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ ഈ അച്ചുകൂട പ്രവർത്തനത്തിൽ മുദ്രാലയ പ്രേഷിതത്വത്തിൽ, ഇന്ന് നമ്മളതിന് പ്രേഷിതത്വം എന്നാണ് പറയുക, അന്ന് അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന സംശയമാണ്. ഒത്തിരി പ്രതിബന്ധങ്ങളിലൂടെ ചാവറയച്ചൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി പ്രതിബന്ധങ്ങളാണ്. പ്രതിബന്ധങ്ങൾ മാത്രം പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ചരിത്രമാകുമെന്നാണ്. അച്ചുകൂട പ്രവർത്തനത്തിൽ 1844 നാം കണ്ടതുപോലെ ചിങ്ങം മുതൽ ചാവറയച്ചൻ അതിനുവേണ്ടി നിയോഗിച്ചു എന്നുള്ളതാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരച്ചുകൂടം ഉണ്ടാക്കണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നാം കാണുന്നത് അന്ന് മുതലാണ്. കോട്ടയം CMS ചാവറയച്ചൻ ഈ പ്രസ് കാണാൻ പോയി. ചരിത്രത്തിൽ പറയുന്നത് ചാവറയച്ചന് അത് അനുവദിച്ചില്ല എന്നുള്ളതാണ്, അനുവദിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് സർക്കാർ പ്രസ്സിനെ അവലംബിക്കുകയാണ്. തിരുവനന്തപുരത്തെത്തി. നമ്മളന്നത്തെ ചിന്ത മാന്നാനത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തിയത് എങ്ങനെയാണ്, അതൊക്കെ അവലോകനം ചെയ്യുകയും ചരിത്രത്തിലൂടെ പഠിക്കുകയും ചെയ്താലേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്ത് സർക്കാർ പ്രസ്സിലെത്തി ആരുടെയൊക്കെയോ സഹായത്തോടുകൂടി അതിനകത്ത് കയറി ചാവറയച്ചൻ കണ്ട പ്രസ് തൻ്റെ മെമ്മറിയിൽ ഒപ്പിയെടുക്കുകയും അതൊക്കെ വലിയ
വലിയ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് പിന്നീട് ഒരു വാഴപ്പിണ്ടിയിൽ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു മാതൃക, ആ വാഴപ്പിണ്ടിയിൽ നിന്നുള്ള ഈ പ്രസ് എന്ന് പറയുന്ന കലാരൂപത്തെ ചാവറയച്ചൻ സമാപിച്ച ആശാരി സ്വാംശീകരിക്കുകയും അങ്ങനെ ആശാരിയാണ് ഒരു മരപ്രസ് മാന്നാനത്തിന് വേണ്ടി, ചാവറയച്ചന് വേണ്ടി ആദ്യം ഉണ്ടാക്കിയത് ആശാരിയാണ്. അതാണ് ചാവറയച്ചൻ്റെ പ്രസ്സിനെ കുറിച്ചുള്ള പ്രവർത്തനവും ചിന്തയുമൊക്കെ അതായിരുന്നു. ഇനിയും ഒത്തിരി കടമകൾ കടക്കാനുണ്ട്. ഒരു പ്രസിൻ്റെ മാതൃകയുണ്ടാക്കി എന്ന് വിചാരിച്ച് പ്രസ്സാകുന്നില്ല. അതിനകത്തുനിന്ന് ജ്ഞാനപീയൂഷം എന്ന ഒരു ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നതൊന്നും അതിനകത്തുനിന്ന് അച്ചടിച്ച് പുറത്തെടുക്കാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ട്. പ്രതിബന്ധങ്ങളിലൂടെ നാം ഇനിയും യാത്ര ചെയ്യും. അടുത്ത എപ്പിസോഡുകളിലാണ് നാം ഈ പ്രതിബന്ധങ്ങളിലൂടെയും നാം ഈ സൃഷ്ടികർമ്മ പ്രവർത്തനത്തിലേക്ക് ചാവറയച്ചൻ എത്തിപ്പെട്ടത്, അവസാനമായി എത്തിപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതിലേക്ക് എത്തിപ്പെടുന്നതും എങ്ങനെയാണെന്ന് നാം അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇനിയും നമ്മൾ 20ാമത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡിലേക്ക് സന്യാസ സഭ സ്ഥാപിച്ചതിൻ്റെ മുഹൂർത്തത്തിലേക്ക് 20ാമത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കടക്കാം.